സൈക്കിൾ ഓടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര സ്വപ്നമായിരുന്നു. മാമ്പഴക്കരിയിലോട്ട് അല്ലെങ്കിൽ എടത്വായിലോട്ട് വരുമ്പോൾ അവിടെ സൈക്കിളിൽ പോകുന്നവരെ കാണുമ്പം ജീവിതത്തിലൊരു സൈക്കിൾ കിട്ടിയാൽ വലിയ സ്വർഗമായിരുന്നു എന്ന് വിശ്വസിച്ചിരുന്ന ഞാൻ എനിക്കൊരു ബെൻസ് കാർ മേടിക്കാൻ സാധിച്ചപ്പോൾ അതൊരു ആഗ്രഹമായിരുന്നു, അതുകൊണ്ട് മേടിച്ചതല്ല. ബെൻസ് കാർ വേണമെന്നുണ്ടായിട്ടൊന്നുമല്ല, അതൊക്കെ നമ്മുടെ മോഹമാണല്ലോ. പൊക്കം കൂടിയ വീട് വേണം. ഞാനിപ്പോൾ വീട് വെച്ചത് കുറേ പൊക്കമുള്ള വീടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ തല മുട്ടുമായിരുന്നു, തല കുനിഞ്ഞ് കയറണം. ഈ അറയും പെരയും ആയിട്ടുള്ള വീടാണ്. അപ്പം തല മേലോട്ട് പൊക്കിയ കുനിയും. അപ്പം അത്ര പൊക്കം കുറഞ്ഞ വീട്ടിൽ അന്ന് ഞാനൊരു 5-ലോ 6-ലോ ഒക്കെ പഠിക്കുന്ന സമയത്തൊന്നും അവിടെ കറണ്ടില്ല. അപ്പോൾ അങ്ങനൊരു വീട്ടിൽ ജനിച്ചതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ തൃപ്പൂണിത്തുറ പാലസ് കണക്കൊക്കെ ഉള്ള എക്സ്കർഷനൊക്കെ വരുന്ന സമയത്ത് ഇപ്പം മനസ്സിലെവിടെയൊക്കെയോ കോറിക്കിടന്നിരുന്ന ഒരു സ്വപ്നമായിരിക്കാം ഇത് കണക്ക് പൊക്കം കൂടി ഒരു വീട് വെക്കണം. അതുകൊണ്ട് തന്നെ ഞാനൊരു വീട് വെച്ചപ്പം ഒത്തിരി കാശ് ചിലവാക്കി പൊക്കം കൂടിയ വാതിലും ഒക്കെ ഉണ്ടാക്കി അങ്ങനെ ഒരു വീട് വെച്ചു. അതൊക്കെ ഞാൻ പറഞ്ഞത് അതൊന്നും എൻ്റെ മനസ്സിലൊരു അങ്ങനെയൊക്കെ വെച്ചൊരു ഗമ കാണിക്കുക എന്നുള്ള ഒരിക്കലും അല്ലായിരുന്നു, മോഹമായിരുന്നു, ഒരു സ്വപ്നമായിരുന്നു. നമ്മുടെ മനസ്സിലെ സ്വപ്നമല്ലേ, ഒരു സൈക്കിൾ കിട്ടിയാൽ ജീവിതത്തിലെല്ലാമായി എന്ന് ചിന്തിച്ച് നല്ല കാർ മേടിക്കാൻ പറ്റുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്വപ്നമാണ്. അതിനകത്ത് അത് കവിഞ്ഞ് മറ്റൊന്നുമില്ല. നമ്മുടെ അംബീഷൻസ്, നമ്മുടെ ആഗ്രഹങ്ങളാണല്ലോ നമ്മുടെ ജീവിതത്തിൻ്റെ. പക്ഷേ അംബീഷ്യസ് ആകരുത് എന്നുള്ള ഒരു തത്വം, ദുരാഗ്രഹം ഒരിക്കലും ഓവർ അംബീഷ്യസ് ആയി കഴിഞ്ഞാൽ അത് ജീവിതത്തെ ബാധിക്കും എന്നുള്ള ഏറ്റവും വലിയ പാഠവും എന്നെ പഠിപ്പിച്ചു തന്നത് എൻ്റെ സ്കൂളാണ്.